പിന്നെ കാസ്റ്റിംഗ് കൗച്ചിനെ സംബന്ധിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്, എന്നെ ഒരു സെക്കൻഡ് ഷോ മുതൽ ബിഗ് ബോസ് സീസൺ 2 മുതൽ വിളിക്കലുണ്ട്. എനിക്ക് അറികൂടെ കിടന്നൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല. എനിക്കറിയില്ല ഇപ്പൊ അതിനെ പറ്റിയിട്ട്. അപ്പൊ ദയവ് ചെയ്ത് എന്താ പറയാ, ഈ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ അവസാനിപ്പിക്കുക. അല്ലെങ്കിൽ പക്ക ക്ലാരിറ്റിയിൽ നമ്മൾ കൊടുക്കുക. അത് ഇന്ന ആളുകൾക്ക് ഇന്ന പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഇവരൊക്കെയാണ് ഇതിന്റെ പുറകിൽ എന്ന് പറയാ. കൊള്ളാം വർമ്മ സാറേ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. തന്റെ തന്തയല്ല, എന്റെ തന്ത. അനക്കൊന്നുമില്ലല്ലോ, കഴിഞ്ഞ പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, സംവിധായകൻ ഓമർലൂരിനെതിരെ ഒരു പീഡന പരാതി. ഒരു യുവ നടിയെ അദ്ദേഹം അവസരം കൊടുത്ത് സിനിമയിൽ അവസരം കൊടുക്കാമെന്ന് കരുതി ഒരു യുവ നടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു വാർത്ത, ആ കേസെടുത്തു എന്നൊരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കാണും. പക്ഷെ എന്റെ ഒരു വലിയ എവിടെ ഇത് വന്നിറങ്ങിയേ? ശുക്രനിലോ? ഓ ശുക്രൻ തന്നെ. പേർക്ക് സുപരിചിതനായ ഒരു സംവിധായകനാണ് ഓമർ ലുലു. എന്നാൽ ഇപ്പോഴിതാ സംവിധായകൻ ഓമർ ലുലു ബലാത്സംഗം ചെയ്തുവെന്ന് പരാതി നൽകിയിരിക്കുകയാണ് മലയാളത്തിലെ യുവനടി. സംഭവത്തിൽ ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. സിനിമ ഓരോ സ്ത്രീ കണ്ടസ്റ്റൻസിനും എന്റെ കൂടെ മാത്രമല്ല, സീസൺ 5 മുതൽ സീസൺ 6 അതല്ല ഇവളിപ്പോ എന്നാത്തിന് ഇങ്ങോട്ട് കെട്ടിയെടുത്തേന്ന് വരെ, സീസൺ 6 വരെ എന്താ കണ്ടസ്റ്റ് ചെയ്ത് കണ്ടസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട ഒമർക്കയാണ് ഇങ്ങനെ പീഡിപ്പിച്ചതെന്നുള്ള കാര്യം ഞാൻ ശോഭാ വിശ്വനാഥിനോട് കൂടി ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതുപോലെ സ്ത്രീകൾക്ക് വേണ്ടി എപ്പോഴും വാദിക്കാൻ ശ്രമിക്കുന്ന ദിയാസന, തന്റെ ഗുരുവായ ഒമർലൂരിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ് നമ്മുടെ ദിയാസന. അതെ, കേസിനെടുത്ത നാടക. ഏത് കേസ്? പൂച്ച കച്ചവടത്തിന്റെ കേസ്. അതെ, പൂച്ച കച്ചവടം. അത് നഷ്ടമായിരുന്നില്ലേ? പൂച്ച നഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കച്ചവടം തുടങ്ങിയപ്പോ ലാഭമായിരുന്നു. അപ്പൊ എന്തായിരുന്നു കേസ്? അത് കൊലപാതകം. പൂച്ച അച്ചാറിനെ കൊന്ന, പൂച്ച ആറിനെ കൊന്ന. അച്ചാറ് ഇന്ന് പൂച്ച ചത്ത്. എന്തൊക്കെ ഇതാണ് എന്റെ ട്രീറ്റ്മെന്റ് സ്റ്റൈൽ. ചക്രം പോലെ മനസ്സു സുന്ദര